നമസ്കാരം, ഞാൻ സത്യൻ പത്മനാഭൻ ഫ്രം കടങ്ങേത്ത് എന്റർപ്രൈസസ്. ഏവർക്കും പണിപ്പുരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്ത സ്റ്റീൽ വിൻഡോസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ്. പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് മോയ്സ്ചർ കൊണ്ടും ഹ്യൂമിഡിറ്റി കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന റസ്റ്റ് പോലെയുള്ള കാര്യങ്ങളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. സ്മൂത്ത് ഓപ്പറേഷൻ നമുക്ക് അവൈലബിൾ ആക്കാൻ കഴിയും. അതുപോലെ തന്നെ നല്ല ലുക്ക് കിട്ടുന്നതിനും വീടിന് മൊത്തത്തിൽ ഒരു വലിയ ഒരു അപ്പിയറൻസ് കിട്ടുന്നതിനും കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസ് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് മെയിൻ്റനൻസ് പ്രോസസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, റെഗുലർ ക്ലീനിങ്. സാധാരണയായി ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് 3-4 മാസത്തിലൊരിക്കൽ മൈൽഡ് ക്ലോത്ത് ഉപയോഗിച്ച്, മൈൽഡ് ഡിറ്റർജൻറ്റ് അല്ലെങ്കിൽ സോപ്പ് വാട്ടർ ഉപയോഗിച്ച് കൃത്യമായി സ്റ്റീൽ സർഫസും ഗ്ലാസും ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഇതുകൊണ്ട് കിട്ടുന്ന അഡ്വാൻറ്റേജ് കൃത്യമായുള്ള വ്യൂ അല്ലെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റിയുള്ള ഒരു വ്യൂ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഓവർ ടൈം ആയിട്ടുള്ള കൂടുതൽ കാലം ഡസ്റ്റോ വാട്ടർ കണ്ടൻറ്റോ കോർണറുകളിൽ പറ്റിപ്പിടിച്ചിരുന്നാൽ അത് ഭാവിയിലുള്ള വലിയ കുഴപ്പത്തിലേക്ക് പോകാതിരിക്കുവാനും സഹായിക്കും. രണ്ടാമത്തെ കാര്യം റസ്റ്റ് ഇൻസ്പെക്ഷൻ എന്നുള്ളതാണ്. ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായി ഇൻസ്പെക്റ്റ് ചെയ്താൽ നമുക്കറിയാം, ഗാൽവനൈസ് ഷീറ്റിൽ 2-പാക്ക് അപ്പോക്സി കോട്ട് ചെയ്ത് വരുന്ന നമ്മുടെ മെറ്റീരിയൽ 2 കോട്ട് പ്രൈമറിന് ശേഷം പെയിൻറ്റിങ് അടിച്ചിട്ടുള്ളതാണെങ്കിലും കട്ടിംഗ് എഡ്ജുകളിലും വെൽഡഡ് പോർഷനുകളിലുമൊക്കെ റസ്റ്റ് കാണപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കണ്ടെത്തിയാൽ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അത് റബ്ബ് ചെയ്ത് നീക്കിയതിന് ശേഷം അവിടെ പ്രൈമറും പെയിൻറ്റും ടച്ച് ചെയ്യേണ്ടതാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത്, ലൂബ്രിക്കേഷൻ. സ്ലൈഡിംഗ് ട്രാക്കുകൾ, ഹിഞ്ചസുകൾ, ലോക്ക്, ഹാൻഡിൽസ് ഇവയൊക്കെ വളരെ കൃത്യമായി ലൂബ്രിക്കേറ്റ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ഈസി ഓപ്പണിംഗ് അല്ലെങ്കിൽ വളരെ സ്മൂത്തായി നമുക്കിത് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓവർ ലൂബ്രിക്കേഷൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കൂടുതലായി ലൂബ്രിക്കൻ്റ് സർഫേസിൽ വീണാൽ അത് അപ്പോൾ തന്നെ കൃത്യമായി തുടച്ച് വൃത്തിയാക്കേണ്ടതുമാണ്. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു 5 to 7 ഇയേഴ്സിനുള്ളിൽ കൃത്യമായി റീപെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ റീപെയിൻറ്റ് ചെയ്യുന്ന സമയത്തും വളരെ ആൻറ്റി റസ്റ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് കൃത്യമായിട്ടുള്ള പെയിൻറ്റിങ് ചെയ്താൽ വളരെ ഡ്യൂറേഷൻ, നമ്മൾ സാധാരണ പറയാറുള്ള കാലങ്ങളോളം നമുക്ക് നമ്മുടെ ഈ പ്രോഡക്റ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ഗുണകരമായി നിലനിർത്താൻ കഴിയും എന്നുള്ളതാണ്. ഫൈനലി, സീസണൽ ചെക്കിംഗ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിൻ്റർ അല്ലെങ്കിൽ മൺസൂൺ സമയത്തിന് മുമ്പായി അയഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ ലൂസ് ആയിട്ടുള്ള സ്ക്രൂസ് ടൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ കംപ്ലൈൻ്റ് ഉള്ള പാർട്ടുകൾ മാറ്റിവെക്കുക. അങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാട്ടർ സ്വീപ്പേജ്. വോളുകളിലോ റൂഫിലോ ഉണ്ടാകുന്ന ക്രാക്കുകളോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഭിത്തിക്കുള്ളിലെ പൈപ്പുകൾ ഉണ്ടാകുന്ന ബ്രേക്ക് കൊണ്ടോ സാവധാനത്തിലുള്ള ഒരു ഈർപ്പം ഈ മെറ്റീരിയലിലേക്ക് വരാറുണ്ട്. അത് നമുക്ക് ദോഷകരമാവും എന്നുള്ളതാണ്. അത് സ്റ്റീൽ വിൻഡോസിനെ കുറിച്ച് മാത്രമല്ല, എൻറ്റയർ ബിൽഡിങ്ങിനെ സംബന്ധിച്ചും വളരെ പ്രധാനമായിട്ടുള്ളതുകൊണ്ട് ഈ വാട്ടർ സീപ്പേജ് അല്ലെങ്കിൽ നമ്മളറിയാതെ ഭിത്തിക്കുള്ളിലൂടെയുള്ള കടന്നു വരുന്ന ഈർപ്പവും അതും ശ്രദ്ധിക്കുക, അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായും ഈ പറഞ്ഞ പ്രോസസ്സുകൾ, ഈ മെയിൻ്റനൻസ് പ്രോസസ്സുകൾ കൃത്യമായി നമുക്ക് പാലിക്കുവാൻ കഴിഞ്ഞാൽ നമ്മളുടെ വീട് അതുപോലെ തന്നെ സ്റ്റീൽ പ്രോഡക്റ്റുകൾ കാലാകാലങ്ങളോളം നിലനിർത്തുവാൻ കഴിയും എന്നുള്ള ഒരു ഇൻഫർമേഷനോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു പുതിയ വീഡിയോയിൽ കാണും വരെ ബൈ. ഞാൻ സത്യൻ പത്മനാഭൻ, സൈനിങ് ഓഫ്. താങ്ക് യു.